എണീച്ച്. അത് ശരി, ഉണർന്നിടക്കിയിരുന്നില്ലേ? എന്നിട്ട് എണീച്ചിങ്ങോട്ട് പോന്നൂടെ? എന്നെ അവിടെ വരെ വരുത്തിക്കണോ? മോട്ടു എണീക്ക്. ഞാൻ എണീക്കാം, അമ്മ പോയിക്കോ. ഞാൻ പോവില്ല, നിങ്ങൾ എന്നെ പറ്റിക്കും. എണീക്ക് മോട്ടു, ഒന്ന് എണീക്കടാ. എണീച്ചു. കഷ്ടകാരി സ്കൂളൊക്കെ കണ്ടുപിടിച്ചേ. ആ കണ്ടുപിടിച്ചത് ആരാന്നറിയാണെ ഞങ്ങളൊക്കെ എന്നേ തല്ലിക്കൊന്നേനെ. നല്ലൊരു ഉറക്കാണ്, പോയി. മതി ഉറങ്ങിയത്. എണീക്ക്. സമയം എത്രയായിന്ന് വെച്ചിട്ടാ? എത്രയായിരുന്നു സമയം? സമയം 6:10. 6:10? എന്റെ ദൈവമേ, എത്ര നേരമായി വിളിക്കുന്നു. എണീക്കണ്ടേ? പോയി പല്ലേക്കാൻ നോക്ക്. ഞാൻ പോവാ. എടാ മൂട്ട്, നീ വരുന്നുണ്ടോ? ഞാൻ വരാം, നീ പൊക്കോ. ചേട്ടൻ എണീച്ചോ അമ്മേ? ആ, നല്ല ആളാ. ഞാൻ പോയപ്പോണ്ട് പൊതച്ച് മൂടി കിടന്നുറങ്ങുന്നു. ചേട്ടനൊക്കെ എന്ത് സുഖം. എവിടെയും പോണ്ട, വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാ മതി. അവനും ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നേ. നീ എണീച്ച് പോവാൻ നോക്ക്. രണ്ടാളും കൂടി കുളിച്ച് മാറ്റി താഴെ വന്ന് നിൽക്കാൻ നോക്ക്. ചായ എടുത്ത് വെക്കാം. ശരി അമ്മേ. കൊള്ളാലോ, ബാത്റൂമിന് ഫ്രീ ആണല്ലോ. യെസ്, അപ്പൊ ഞാനന്ന് ഫസ്റ്റ്. ചേച്ചി കേറിയിട്ടില്ലല്ലോ. ഇനി നമുക്ക് വിശാലമായി കുളിക്കാം. എന്തൊരു തണുപ്പാ വെള്ളത്തിന്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വിശാലമായി കുളിക്കാലോ. കുളിക്കാം കുളിക്കാം കുളിക്കാം. അല്ല, ഇതൊന്നും തുറക്കാൻ കിട്ടാത്തേ. ഇതിനകത്ത് ആര്? എടാ മോട്ട്, മോട്ട് തുറക്കടാ. എടാ മോട്ട്, ഒന്ന് തുറക്കടാ. വന്നി ചേച്ചി. ഞാൻ കുളിക്കട്ടെ ചേച്ചി. നീ കുളിച്ചാ? എടാ എന്ത് പണിയാടാ കാണിച്ചേ? ഞാനല്ലേ പുതിയ ഫസ്റ്റ് കുളിക്കാറ്. ഇനി ഞാൻ കുളിക്കും. ഒന്ന് തുറക്കണ്ടേ മോട്ട്? ഞാൻ തുറക്കൂല. ഹേയ്, എന്ത് സൗണ്ടാ മീര ഇവിടെ? നിങ്ങൾ സ്കൂളിൽ പോകുന്ന അപ്പുറത്തെ വീട്ടുകാർ വരെ അറിയും. എന്താ ഇവിടുത്തെ പ്രശ്നം? അമ്മ നോക്കാം, ആ മോട്ട് ബാത്റൂമിൽ കേറി. ഇനി ഞാൻ എങ്ങനെ കുളിക്കും? അവൻ കുളിച്ചിട്ട് നിനക്ക് കുളിച്ചൂടെ? അമ്മ അവന്റെ സ്വഭാവം അറിയാത്ത പോലെ പറയരുത് കേട്ടോ. അവൻ കുളിക്കാൻ കയറി 1/2 മണിക്കൂറാണ്. നീ മോശമൊന്നുമല്ല. അമ്മ അവനോട് ഇറങ്ങാൻ പറഞ്ഞേ, ഞാൻ കുളിക്കട്ടെ. കുളിച്ചോണ്ടിരിക്കുന്ന അവൻ എങ്ങനെ ഇറങ്ങാനാ? നീ അപ്പുറത്തെ റൂമിൽ പോച്ചല്ലേ. എനിക്ക് ഇവിടുന്ന് കുളിച്ചാ മതി അമ്മേ. എടാ മോട്ട്, ഒന്ന് ഇറങ്ങടാ. നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ റൂമിൽ അങ്ങനെ പോയി കുളിക്കാൻ നോക്ക്. നീ ഇന്ന് കുളിക്കലുണ്ടാവില്ല. എന്ത് കഷ്ടം. അപ്പുറത്ത് പോയി കുളിക്കാൻ നോക്കട്ടാ. ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ശരി. നീ ഇപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളിൽ സൂചിച്ച് കുളിക്കണ്ട. ഞാനിത് പൂട്ടിയിടും. നീ എങ്ങനെ ഇറങ്ങുന്നു ഞാൻ കാണട്ടെ. അങ്ങനെ കുളിച്ചു കഴിഞ്ഞു. ഇനി പോവാലോ. വല്ലാത്തൊരു ഉറക്കായി പോയി. വന്നു. നേരത്തെയോ? 10 മണിയായില്ലേ? ഉറങ്ങിപ്പോയമ്മ, സോറി. ആണോ? ചായക്ക് എന്താ കഴിക്കാൻ? കറി? സാമ്പാറ് എനിക്ക് വേണ്ട. എന്നു തന്നെ സാമ്പാറ് സാമ്പാറ് സാമ്പാറ്. ചിക്കനും മീനൊന്നും ഇല്ലേ? അത് ഞാൻ വാങ്ങി കൊണ്ടുവരാം. അമ്മ ഇപ്പൊ ചായ എടുത്തോ പ്ലീസ്, വിശക്കുന്നു. ഏയ് മോട്ടു, അവൻ്റെ ഒരു സാമ്പാറ്. ഈ സാമ്പാർ കൂട്ടി കൂട്ടി മടുക്കുന്നില്ലേ? അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. വന്നല്ലോ. ആര് മാഞ്ഞു പോവാൻ?
ആരും മാഞ്ഞു പോയിട്ടില്ല. അതിന് മാഞ്ഞു പോകാൻ ആള് വേണ്ടല്ലേ? അല്ല, നിന്റെ ചേച്ചി എവിടെ? ചേച്ചി വരുന്ന വഴിക്ക് ചേച്ചിന്റെ ഏതോ ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആഹാ, നീ വന്നോ? വന്ന്. മീര എവിടെ? ചേച്ചി ചേച്ചിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുക. ഞാൻ വന്നല്ലോ. ആ, വന്നോ? നിന്റെ ഏത് ഫ്രണ്ടിനെ നീ കണ്ടത്? അത് ഇവന്റെ ക്ലാസ് പഠിക്കുന്ന കിച്ചു ഇല്ലേ അമ്മേ, അവന്റെ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ അവളോട് സംസാരിച്ചോണ്ടിരുന്നു. രണ്ടാളും വാ, ചോറെടുത്ത് തരാം. ചേട്ടൻ ചോറുണ്ടോ ചേട്ടാ? ആ, ഞാൻ കഴിച്ചല്ലോ. എന്തേ? അല്ല, ഒന്നുമില്ല. എടാ, നമ്മൾ മാറ്റിയിട്ട് വാ, ഞാൻ ചോറെടുത്ത് വെക്കാം. ശരി അമ്മേ. എടാ മോട്ടു, നീ വരുന്നില്ലേ? ഞാൻ വരാം ചേച്ചി, പൊക്കോ. ആ ശരി. പിന്നെ പോകുമ്പോ ബാഗും കൂടി കൊണ്ടുപോണേ. പിന്നെ വേണം, എടുത്തോണ്ട് പോയാ മതി. ചേട്ടാ, ആരാ മാഞ്ഞു പോയേ? പോടാ. കണ്ടുപിടിച്ചാ? അയ്യോ മോനെ, എന്തേ പറ്റിയോ? ഓ, എന്റെ കൈ. നോക്കി നിൽക്കാതെ വന്ന് പിടിക്കടോ. എന്തു പറ്റി? വണ്ടിയിൽ നിന്ന് വീണതാ തോന്നുന്നു. നമുക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ആ ആരോ ബെല്ലടിക്കണ്ട്, പോയി നോക്ക്. ആർക്കറിയാ ആരാ ബെല്ലടിക്കുന്നേന്ന്? ആരെങ്കിലും ഒന്ന് പോയി നോക്ക്. ഞാൻ തന്നെ പോയി നോക്കാം. ചേച്ചി വേഗം കുറച്ച് വെള്ളം കൊടുക്കൂ ഇയാൾക്ക്. ഒന്ന് ആക്സിഡന്റ് ആയതാ. എന്ത് പറ്റിയമ്മേ? ആക്സിഡന്റോ? ആ മോളെ, മോനേതാ വെള്ളം. ഈ ഹെൽമെറ്റ് ഒന്ന് ഊരിക്കേ. പതുക്കെ ഊര്. ഇവനോ? ഇതാ മോനെ, വെള്ളം കുടിക്കി. ചേട്ടാ, എന്താടി? ഇത് മറ്റേയാളാ, എന്നെ ബസ് സ്റ്റോപ്പിൽ ശല്യം ചെയ്തോണ്ടിരുന്നവൻ. ആ, മതിയോ മോനെ? ആ ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോ വീട്ടിൽ പോയിക്കോളാം. ഹോസ്പിറ്റലിൽ എങ്ങാനും പോണോ? വേണ്ട, കുഴപ്പമില്ല. വേണേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മോനെ. കുഴപ്പമില്ല ചേട്ടാ, വേണ്ട, ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് പോയിക്കോളാം. ശരി, എന്നാ ഞങ്ങൾ പോട്ടെ. ആ ഹോസ്പിറ്റലിൽ പോണോ മോനെ? വേണ്ട ചേട്ടാ. എന്താ മീരെ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ ബസ് സ്റ്റോപ്പിൽ ശല്യം ചെയ്ത ആൾ, അത് ഇവനാ. ഇവനോ? ആ, ഇവൻ തന്നെ. ഓഹോ, അപ്പൊ നീയാണല്ലേ ആ മഹാൻ. നിന്നെ എന്റെ കൈ കിട്ടാൻ വേണ്ടി കളിക്കായിരുന്നു ഞാൻ. ഒന്ന് കൊടുക്ക് ചേട്ടാ. നിന്നെ ഞാനിന്ന്. അച്ഛാ നിർത്ത്. ഇത് വേണ്ട, വെറുതെ എന്തിനാ? അവൻ ഒന്നാമതേ വയ്യാണ്ടിരിക്കുന്നു. പിന്നെ നീ എന്താ പറയുന്ന, ഒന്നും ചെയ്യാണ്ട് വിടണമെന്നോ? അങ്ങനെയല്ല, ഓനിപ്പൊ കിട്ടണ്ടൊക്കെ കിട്ടിയിണ്ട്. ഈ വെറുതെ എന്തിനാ? ഇനി നീ എന്റെ മോളെ പിന്നാലെ കണ്ട് നടന്ന. വാ അച്ഛാ, നമുക്ക് അകത്തേ പോവാ. അവൻ കുറച്ച് എണീച്ച് പോയിക്കോളും. ചെല്ലമ്മേ. നീ എന്താ മീര നോക്കിയിരിക്കുന്നേ? നീ അകത്തേ ചെല്ല്. ശരി ചേട്ടാ.